നിന്ദകളെ അതിജീവിക്കുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളാണുള്ളത്. എന്നാൽ ആ പദ്ധതികൾ നിറവേറുന്നതിന് മുമ്പ് അതിനെ തടസ്സപ്പെടുത്തുവാൻ നമ്മുടെ ഭവനത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ സാഹോദര്യ ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ പലരെയും കടത്തിവിടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനെ മറികടക്കണമെങ്കിൽ അഥവാ ആ നിന്ദകളെ അതിജീവിക്കണമെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നാം തിരിച്ചറിയണം. അതുമാത്രമല്ല, ഈ നിന്ദകൾ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ വന്നത് എന്നും തിരിച്ചറിയുവാനിടയാകണം. 2 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ദാവീദും തൻ്റെ കൂടെയുള്ള ആളുകളും കൂടി വഴി നടന്നു പോകുമ്പോൾ ശിമയി അവന് മുമ്പിലേക്ക് കടന്നു വരികയും മലഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നുകൊണ്ട് തന്നെ ശപിക്കുകയും കല്ലും പൂഴും വാരി എറിഞ്ഞ് അവനെ നിന്ദിക്കുകയും ചെയ്യുവാനിടയായി. ഈ ശിമയി ദാവീദിനെ ശപിക്കുന്നത് കൊണ്ടോ നിന്ദിക്കുന്നത് കൊണ്ടോ ദാവീദിന്റെ അഭിഷേകം നഷ്ടപ്പെടുകയോ ദൈവം അവനെ ഇസ്രായേലിന്റെ രാജാവാക്കണമെന്ന് ഉദ്ദേശിച്ചിരുന്നത് നഷ്ടപ്പെടുകയോ ചെയ്തില്ല. മറിച്ച് ദൈവം അവനെ മാനിക്കേണ്ടവണ്ണം മാനിക്കുകയും എത്തിക്കേണ്ട പദ്ധതിയിൽ എത്തിക്കുകയും ചെയ്യുവാനിടയായി. പുതിയ നിയമത്തിലേക്ക് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 60 മുതൽ 62 വരെയുള്ള വാക്യങ്ങളും അതിനു മുമ്പുള്ള ചില വാക്യങ്ങളും ശ്രദ്ധിച്ചാൽ 2 കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിനോടൊപ്പം കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യൂദ, ഇസ്കറിയോത്ത് യൂദ, യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ചുംബനം കൊടുക്കുവാൻ കടന്നു വരികയും കർത്താവ് അത് തിരിച്ചറിയുകയും ചെയ്യുന്നതായ ഒരു സന്ദർഭം. അതുപോലെ തന്നെ അടുത്ത ഭാഗത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പത്രോസിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: കോഴി കൂകുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. അത് തള്ളിപ്പറഞ്ഞിട്ടും കർത്താവ് അതിനെ മറികടന്നതിന്റെ കാര്യം പിതാവായ ദൈവത്തിന്റെ പദ്ധതികൾ തന്നിൽ പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു. നിന്ദകളെ മറികടക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടുവാൻ ഇടയാകുന്നത്.